ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയാണ്. കാരണം നമ്മളിപ്പോ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ഭാഗം തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ആദ്യത്തെ റവല്യൂഷൻ ആണ്, ആദ്യത്തെ വിപ്ലവമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അത് നമ്മൾ 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങി അതുവരെ എത്തി, മെർക്കൽ ലിസ്റ്റ് നിയമം വരെ എത്തി. പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നുള്ളത് തുടങ്ങി ബ്രിട്ടീഷുകാർ അമേരിക്കക്കെതിരെ നടപ്പിലാക്കിയ നയങ്ങൾ, ഏതാ നയം? മെർക്കൽ ലിസ്റ്റ് നിയമം എന്ന നിയമത്തിലേക്ക് വരെ എത്തി. ഇനി നമ്മൾ അതിന്റെ ബാക്കിയാണ് പഠിക്കുന്നത്. പക്ഷെ അതുവരെയുള്ളതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നന്നാവും, കാരണം അതിന്റെ കണ്ടിന്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടാവും. അപ്പോ എവിടെ വരെ എത്തി? 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. അതിനുശേഷം റിസോഴ്സ് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അതിനായി 13 കോളനികൾ സ്ഥാപിച്ചു. ആ കോളനികളിൽ അവർ നിയമങ്ങൾ നടപ്പിലാക്കി. ആ നിയമത്തിന്റെ പേരാണ് മെർക്കൽ ലിസ്റ്റ് നിയമം. അതിൽ 5 നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി പറയുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതൊക്കെ പറയാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? നമ്മള് മെർക്കൽ ലിസ്റ്റ് നിയമം കഴിഞ്ഞിട്ട് അടുത്ത പേജ് ഇങ്ങനെ മറിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം 2 പേരുകൾ. എന്തൊക്കെ പേര്? ജോൺ ലോക്ക്, തോമസ് പെയിൻ. എന്താണ്? ജോൺ ലോക്കും തോമസ് പെയിനും. ഈ 2 പേരുകൾ നമുക്ക് കാണാം. എന്താ പേര്? ജോൺ ലോക്ക്, തോമസ് പെയിൻ. ഇത് അവരെന്താ പറഞ്ഞതെന്നൊന്നും പരീക്ഷയ്ക്ക് വരില്ല. ഇതുമായി റിലേറ്റഡ് ആയ, അമേരിക്കൻ റവല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയ 2 പേരുകളാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് പേര് എടുത്ത് പറയേണ്ട 2 പേരുകളാണ്. ആരൊക്കെയാണ്? ജോൺ ലോക്ക്, തോമസ് പെയിൻ. ആരൊക്കെ ആയിരുന്നു എന്നാണ് ചോദ്യം. ആരൊക്കെ ആയിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. ആരാണ് ജോൺ ലോക്കും തോമസ് പെയിനും? അവര് തിങ്കേഴ്സ് ആയിരുന്നു. എന്താണ്? ചിന്തകന്മാരായിരുന്നു. ആരാണ്? അമേരിക്കൻ വിപ്ലവത്തിന് സഹായിച്ച, അമേരിക്കൻ റവല്യൂഷൻ സഹായിച്ച, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സഹായിച്ച അവരുടെ ഐഡിയോളജീസ്, അവരുടെ ആശയങ്ങൾ എന്താണ്? ജനങ്ങളെ പ്രേരിപ്പിച്ചു. അവർക്കെതിരെ അഗെയിൻസ്റ്റ് ചെയ്യാൻ, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഇവരുടെ ആശയങ്ങൾ സഹായിച്ചു എന്ന് പറയുന്നത്. ആരുടെ ഐഡിയകളാണ് സഹായിച്ചത്? ജോൺ ലോക്ക്, തോമസ് പെയിൻ. 2 പേരുകളാണ് മറക്കാതെ പഠിക്കുക. ആരൊക്കെയാണ്? തോമസ് പെയിൻ, ജോൺ ലോക്ക്. അപ്പോ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് സമം ജോൺ ലോക്ക് സമം ആരാണ്? തോമസ് പെയിൻ. 2 പേരുകൾ പഠിക്കുക. തോമസ് പെയിൻ, ജോൺ ലോക്ക്. തോമസ് പെയിൻ, ജോൺ ലോക്ക്. തോമസ് പെയിൻ, ജോൺ ലോക്ക്. അപ്പൊ നമ്മൾ ആ പേര് പഠിച്ചു. എന്താ പേര് പഠിച്ചത്? തോമസ് പെയിനും ജോൺ ലോക്ക്. ജോൺ ലോക്കും തോമസ് പെയിനും ആരായിരുന്നു? അവര് തിങ്കേഴ്സ് ആയിരുന്നു. ആരായിരുന്നു? അവര് ചിന്തകന്മാരായിരുന്നു. അവരുടെ ഐഡിയോളജീസ്, അവരുടെ ആശയങ്ങൾ ജനങ്ങൾക്ക് പ്രചോദനമായി. എന്തിന് പ്രചോദനമായി? ഇവർക്കെതിരെ, ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ, അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ, അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ചെയ്യാൻ ഇവരുടെ തോട്ട്സ്, ഇവരുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ആശയങ്ങൾ പ്രചോദനമായി. ഓക്കെ, സിമ്പിൾ അല്ലേ? കിട്ടി. ഇനി നമ്മൾ പറയുന്നത് വൻകര ഒന്നാകെ സമ്മേളിക്കുന്ന. ആ പേജ് ഇങ്ങനെ താഴ്ത്തി വന്നു കഴിഞ്ഞാൽ കാണാം വൻകര ഒന്നാകെ സമ്മേളിക്കുന്നത്. എൻറ്റയർ കോണ്ടിനെന്റ് അസംബിൾസ് അല്ലെ? എൻറ്റയർ കോണ്ടിനെന്റ് അസംബിൾസ്, വൻകരകൾ ഒന്നാകെ സമ്മേളിക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതിൽ പറയുന്നതാണ്. നമ്മൾ അത് ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. നമ്മളിങ്ങനെ വായിച്ചു പോയിട്ടല്ല കാര്യം. നമ്മൾ അതിൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കണം. എങ്ങനെ? പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ നിങ്ങൾ എന്തെഴുതണം? അത് എഴുതിയതിനു ശേഷം ടൈം ലൈൻ എന്ന് എഴുതണം. എന്തെഴുതുക? ടൈം ലൈൻ. അതായത് ഒരു വർഷത്തിൽ, ആ വർഷത്തിൽ എന്താണ് നടന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ടൈം ലൈൻ പോലെയാണ് നമ്മൾ ഇനി അമേരിക്കൻ റവല്യൂഷൻ ബാക്കിയുള്ള ഭാഗം പഠിക്കുന്നത്. അപ്പോൾ ടൈം ലൈൻ എന്ന് എഴുതി വെച്ചിട്ട് ആദ്യം എഴുതി വെക്കേണ്ട ഡേറ്റ് ആണ് 1774. എന്താണ്? 1774. 1774 ആണ് ആദ്യം. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ടായത്. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷമാണ് ഏത്? 1774. ഞാൻ ചോദിക്കും, എന്നാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഒന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കയിൽ ഒന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് ഏത് വർഷമാണ്? ഏത് വർഷമാണ്? 1774. എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നമ്മൾ പഠിക്കണ്ടേ? അപ്പൊ ആദ്യം എന്താ പഠിക്കണ്ടേ? 1774. 1774 എന്താ സംഭവിച്ചത്? ഇതാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഓക്കെ, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിനെയാണ് നടന്ന വർഷമാണ് 1774. സിമ്പിൾ അല്ലെ? 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പൊ എന്താണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ടൈം ലൈനിൽ എഴുതി വെച്ചിട്ട് അതിന്റെ അടിയിൽ എഴുതുക 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഒന്നാം കോണ്ടിനെന്റൽ സമ്മേളനം. ഓക്കെ, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഓക്കെ, അത് എഴുതി വെക്കുക. അതിൽ എഴുതുക all colonies except Georgia met at Philadelphia to protest against policies and rules imposed by England. മനസ്സിലായോ? എല്ലാ കോളനികളും എക്സ്പെക്ട് ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും
മീറ്റ് അറ്റ് ഫിലാഡൽഫിയ. ഏതാണ് എവിടെ മീറ്റ് ചെയ്തത്? ഫിലാഡൽഫിയയിൽ ടു പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ ജോർജിയ ഒഴികെ, ആരൊക്കെയാണ്? ജോർജിയ ഒഴികെ. എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ 13 കോളനീസ് ഉണ്ട്. അതിലെ എല്ലാ കോളനീസും, ഓൾ കോളനീസ് എക്സ്പെക്ട് ജോർജിയ, ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും മീറ്റ് ചെയ്തു, സമ്മേളിച്ചു. എവിടെ സമ്മേളിച്ചത്? അറ്റ് ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എവിടെ സമ്മേളിച്ചത്? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എന്തിനാ സമ്മേളിച്ചത്? ദ പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിന്റെ നിയമങ്ങൾക്കും നയങ്ങൾക്കുമെതിരെ 1774 എല്ലാ കോളനികളും, ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. സിമ്പിൾ ആണല്ലോ. ജോർജിയ എഴുതിക്കോളൂ. ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. സിമ്പിൾ അല്ലേ? ജോർജിയ ഒഴികെ. എക്സ്പെക്ട് ദ ജോർജിയ, all colonies expect the Georgia meet at Philadelphia to protest against the policies of rules imposed by England. ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ ആര് സമ്മേളിച്ചു? 13 കോളനികളിലെ ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളും എവിടെ സമ്മേളിച്ചു? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എന്ന് സമ്മേളിച്ചു? 1774. അപ്പോ ആരാണ് സമ്മേളിച്ചത്? ജോർജിയ ഒഴികെയുള്ള പ്രദേശങ്ങൾ, കോളനീസ് സമ്മേളിച്ചു. എവിടെയാണ് സമ്മേളിച്ചത്? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എന്തിനാണ് സമ്മേളിച്ചത്? ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെയാണ് സമ്മേളിച്ചത്. ആ സമ്മേളിച്ചതിന് പേരാണ് പറയുന്നത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1774 ഫിലാഡൽഫിയയിൽ 12 കോളനികൾ ഇംഗ്ലണ്ടിന്റെ നിയമങ്ങൾക്കും നയങ്ങൾക്കുമെതിരെ സമ്മേളിച്ചതിനെയാണ് എന്ത് പറയുന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. സിമ്പിൾ ആണല്ലോ. All colonies expect Georgia meet Philadelphia to protest against policy and rules imposed by England. ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ ആര് സമ്മേളിച്ചു? 12 കോളനികൾ സമ്മേളിച്ചു. 13 കോളനികളാണ്. അപ്പൊ അതിൽ ജോർജിയ അല്ലാത്ത എല്ലാ കോളനീസും എന്ത് ചെയ്തു? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എന്നാ സമ്മേളിച്ചത്? 1774. അതിനെയാണ് എന്ത് പറയുന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. സിമ്പിൾ ആണല്ലോ. ടൈം ലൈൻ എഴുതി വെക്കുക. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. സിമ്പിൾ അല്ലേ? 1774 എന്താണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ആരാണ് നടത്തിയത്? 12 കോളനികൾ. ആരതിലുള്ള ഉൾപ്പെടാതിരുന്നത്? ജോർജിയ. ആർക്കെതിരെയാണ് നടത്തിയത്? ഇംഗ്ലണ്ടിനെതിരെ. ഇംഗ്ലണ്ടിന് എന്തിനെതിരെയാണ് നടത്തിയത്? അവരുടെ റൂൾസിനും പിന്നെന്താണ്? അഗൈൻസ്റ്റ് പോളിസി ആൻഡ് റൂൾസ്. അവരുടെ റൂൾസിനും അവരുടെ നിയമങ്ങൾക്കും, അല്ലെ? അവരുടെ നിയമങ്ങൾക്കും പിന്നെന്താണ്? അവരുടെ നയങ്ങൾക്കുമെതിരെയാണ് ആര് പോരാടിയത്? അവര് സമ്മേളിച്ചത്. ആര് സമ്മേളിച്ചത്? 12 കോളനികൾ. എവിടെ സമ്മേളിച്ചത്? ഫിലാഡൽഫിയ. ആർക്കെതിരെയാണ് സമ്മേളിച്ചത്? ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ, റൂൾസ് ആൻഡ് പോളിസീസിക്കെതിരെ. എന്നാണ് സമ്മേളിച്ചത്? 1774. എന്താണ് അതിന് പറയുന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ആ സമ്മേളിച്ചതിനെയാണ് എന്ത് പറയുന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പൊ സിമ്പിൾ ആയിട്ട് എഴുതണം. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഓക്കെ. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774. എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. എന്ത് ചോദിക്കുക? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം എപ്പോഴാണ്? 1774. എന്തിനാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത്? അമേരിക്കയുടെ പോളിസിക്കും റൂൾസിനുമെതിരെ, ഇംഗ്ലണ്ടിന്റെ പോളിസിക്കും റൂൾസിനുമെതിരെ, ഇംഗ്ലണ്ടിന്റെ നിയമങ്ങൾക്കും പിന്നെന്താണ്? നിയമങ്ങൾക്കും നയങ്ങൾക്കുമെതിരെയാണ് ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേർന്നത്. അതിനെയാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. നടന്നത് 1774. എവിടെയാണ്? ഫിലാഡൽഫിയ. ഓക്കെ. ആരാണ് അതിൽ ഉൾപ്പെടുത്താത്ത രാജ്യം? ഏതാണ് നാട്ടുരാജ്യം? ഏത് കോളനിയാണ് അതിൽ ഉൾപ്പെടാത്തത്? ജോർജിയ. ജോർജിയ ഉൾപ്പെട്ടിട്ടില്ല. ബാക്കി എല്ലാ 12 കോളനികൾ ഉൾപ്പെട്ട ഫിലാഡൽഫിയയിൽ സമ്മേളിച്ച ആ സമ്മേളനത്തിനെയാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ 12 കോളനികൾ എന്താണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളിച്ചു. അവിടെ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചതിന് ശേഷം അവരാദ്യം ചെയ്തത് എന്താണെന്നറിയോ? അവരാദ്യം ചെയ്തു നമ്മുടെ ഇംഗ്ലണ്ടിന്റെ രാജാവിന് അവരൊരു പെറ്റീഷൻ നൽകി, ഒരു നിവേദനം നൽകി. അവരാദ്യം ചെയ്തത് എന്താണ്? ഒരു നിവേദനം നൽകി. എന്തായിരുന്നു നിവേദനം? ഞങ്ങളുടെ കച്ചവടത്തിനും വ്യവസായത്തിനും നിങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒന്നാണ്ട് മാറ്റിത്തരണം. എന്താണ്? ഞങ്ങളുടെ കച്ചവടത്തിനും വ്യവസായത്തിനും നിങ്ങൾ രാജാവും ഇംഗ്ലണ്ട് ഭരണകൂടം ഏർപ്പാടാക്കിയ നിയന്ത്രണം ഒന്ന്
ഒഴിവാക്കി തരണം. ഒറ്റക്കാരുള്ള ആവശ്യപ്പെട്ട എന്താ പറഞ്ഞ നിയന്ത്രണം ഒന്ന് ഒഴിവാക്കി തരണം. അതുപോലെ ഞങ്ങളുടെ അനുമതി ഇല്ലാതെ, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ടാക്സ് നികുതി ചുമത്താൻ അനുവദിക്കരുത്. എന്താണ് ഞങ്ങളുടെ നിർദ്ദേശമില്ലാതെ അല്ലെങ്കിൽ ഞങ്ങളുടെ അനുമതി ഇല്ലാതെ നികുതി ചുമത്താൻ അനുവദിക്കരുത് എന്ന് ഒരു ചെറിയൊരു നിവേദനം ആർക്ക് കൊടുത്തു? രാജാവിന് ഇവർ നൽകി. എന്തായിരുന്നു നിവേദനത്തിൽ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിയന്ത്രണം ഏർപ്പെടുത്തരുത്. എന്തിന് നിയന്ത്രണം ഏർപ്പെടുത്തരുത്? വ്യാപാരത്തിലും വ്യവസായത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തരുത്. ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയിലുള്ള റെസ്ട്രിക്ഷൻ ഒന്ന് ഒഴിവാക്കി തരണം, അവോയ്ഡ് ചെയ്ത് തരണം. അതുപോലെ തന്നെ രണ്ടാമത് എന്താ പറഞ്ഞത്? ആ ടാക്സ് ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ ആ ടാക്സ് ചുമത്താൻ നിർബന്ധിതരാവരുത്. അങ്ങനെ ഞങ്ങളോട് ചോദിക്കാതെ, ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ, ഞങ്ങളുടെ അനുമതി ഇല്ലാതെ, ഞങ്ങളുടെ അംഗീകാരമില്ലാതെ നിങ്ങൾ ആ ടാക്സ് അടയ്ക്കാൻ നിർബന്ധിക്കരുത് എന്നും കൂടി രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആ നോട്ടായിട്ട് പറയാം. പീപ്പിൾസ് ഓഫ് ദ കോളനീസ് സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. എന്താണ്? പീപ്പിൾസ് ഓഫ് ദ കോളനീസ്, കോളനീസിലെ എത്ര കോളനീസ്? 12 കോളനിയിലെ 12 കോളനിയിലെ പീപ്പിൾസ് എന്ത് ചെയ്തു? സബ്മിറ്റഡ് എ പെറ്റീഷൻ ഓഫ് ദ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. രാജാവിന്, ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു നിവേദനം നൽകി. എവിടുത്തെ ജനങ്ങളെ നൽകിയത്? പീപ്പിൾസ് ഓഫ് കോളനീസ്, കോളനിയിലെ ജനങ്ങള്, 12 കോളനിയിലെ ജനങ്ങള് അല്ലെങ്കിൽ കോളനിയിലെ ജനങ്ങൾ, 12 കോളനി ഇവിടെ പരാമർശിക്കാത്തതുകൊണ്ട് കോളനിയിലെ ജനങ്ങൾ രാജാവിന് ഒരു നിവേദനം നൽകിയല്ലോ. രാജാവിന് എന്ത് ചെയ്തു? ഒരു നിവേദനം നൽകി. അതിൽ പറയുന്നതാണ്, ആ പെറ്റീഷനിൽ പറയുന്നതാണ്, ആ ഇതിൽ പറയുന്നതാണ്, ആ നിവേദനത്തിൽ പറയുന്നതാണ് അവരുടെ ആവശ്യമാണ് കേട്ടോ, അവരുടെ ഡിമാൻഡാണ്. അവരുടെ ഡിമാൻഡ് ആയിരുന്നു അവോയ്ഡ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. എന്താണ് അവോയ്ഡ് റെസ്ട്രിക്ഷൻ? എന്താണ്? നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. എന്തൊഴിവാക്കുക? നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക. ഏതിലുള്ളത്? ഇൻഡസ്ട്രിയിലും ട്രേഡിലുമുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കണം. ചെറിയ കാര്യമാണ്. എന്താ പറയുക? നിവേദനത്തിൽ രാജാവിനോട് പറഞ്ഞൊരു കാര്യമാണ് റെസ്ട്രിക്ഷൻ ഓൺ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. അവോയ്ഡ് റെസ്ട്രിക്ഷൻ, ഞങ്ങളുടെ നിയന്ത്രണം ഒഴിവാക്കണം. ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്, വ്യവസായത്തിലും വ്യാപാരത്തിലുമുള്ള നിയന്ത്രണം ഒന്ന് ഒഴിവാക്കി തരണം. അതുപോലെ തന്നെ നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അംഗീകാരമില്ലാതെ, ജനങ്ങളുടെ പെർമിഷൻ ചോദിക്കാതെ, ജനങ്ങളുടെ അനുമതി ഇല്ലാതെ നിങ്ങൾ ദയവായിട്ട് എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കാൻ നിർബന്ധിക്കരുത് എന്നും കൂടി പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അവോയ്ഡ് ദ റെസ്ട്രിക്ഷൻ ഓൺ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. എന്താണ്? നിയന്ത്രണം ഒഴിവാക്കണം. വ്യാപാരത്തിൽ വ്യവസായത്തിലുമുള്ള നിയന്ത്രണം ഒന്ന് ഒഴിവാക്കി തരണം. രണ്ടാമത് പറഞ്ഞത് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ടു ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളോട് ചോദിക്കാതെ നിങ്ങൾ നികുതി ചുമത്താൻ അനുവദിക്കരുത്. നിങ്ങൾ നികുതി മേടിക്കരുത് എന്നും കൂടി പറഞ്ഞു. എന്താ പറഞ്ഞത്? കോളനിയിലെ ജനങ്ങൾ രാജാവിന് നിവേദനം നൽകി. എന്താ പറഞ്ഞത്? പീപ്പിൾസ് ഓഫ് ദ കോളനീസ് സബ്മിറ്റഡ് ദ പെറ്റീഷൻ ഓഫ് ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. എന്താ പറഞ്ഞത്? കോളനിയിലെ ജനങ്ങൾ രാജാവിന് നിവേദനം നൽകി. എന്തായിരുന്നു ഇതിൽ പറഞ്ഞിരുന്നത്? അതിന്റെ ഡിമാൻഡ് എന്തായിരുന്നു? ആവശ്യം എന്തായിരുന്നു? വ്യാപാരത്തിനും വ്യവസായത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒന്ന് ഒഴിവാക്കി തരാം. എന്താണ്? വ്യാപാരത്തിനും വ്യവസായത്തിനും ഏർപ്പാടാക്കിയ നിയന്ത്രണം ഒന്നാണ്ട് ഒഴിവാക്കി തരാം. ഒറ്റക്കാരുള്ളൂ. വ്യാപാരത്തിനും വ്യവസായത്തിനും ഏർപ്പാടാക്കിയ നിയന്ത്രണം ഒന്ന് ഒഴിവാക്കി തരണം. അതുപോലെ തന്നെ ഒന്നും കൂടി ചെയ്താൽ എന്താ ചെയ്തേ? ജനങ്ങളുടെ അനുമതിയില്ലാതെ നികുതി ചുമത്തരുത്. എന്താ പറഞ്ഞത്? ഞങ്ങൾ കോളനീസിലെ ജനങ്ങളാണ്, ഞങ്ങളുടെ അനുമതി ഇല്ലാതെ, ഞങ്ങളോട് ചോദിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അധിക നികുതി ചുമത്തരുത്, അല്ലെങ്കിൽ നികുതി ചുമത്തരുത്. ദയവായിട്ട് ഞങ്ങളോട് ചോദിക്കാതെ നികുതി ചുമത്തരുത് എന്നും കൂടിയുള്ള രണ്ട് കാര്യങ്ങളാണ് ആ പെറ്റീഷനിലൂടെ അവർ പറഞ്ഞത്. അപ്പൊ പെറ്റീഷൻ എന്നുള്ളത് ഈ ഇത് 1774 എന്നുള്ള ഒരു ടൈം ലൈൻ എഴുതിയതിനു ശേഷം ഇതൊരു ജസ്റ്റ് ഒരു ചെറിയ പാരഗ്രാഫിൽ ഇത് മൊത്തം എഴുതി വെക്കാം. എന്താ എഴുതേണ്ടത്? ഇത് മൊത്തം ഒരു ചെറിയ പാരഗ്രാഫിൽ എഴുതി വെക്കണം. എന്താ പറയുന്നത്? പീപ്പിൾസ് ഓഫ് ദ കോളനീസ് സബ്മിറ്റഡ് പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെ രാജാവിന് കോളനിയിലെ ജനങ്ങൾ ഒരു നിവേദനം നൽകി. അവരുടെ റെസ്ട്രിക്ഷൻ ഓൺ ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. എന്താണ്? നിങ്ങൾ ഇതിന് നിയന്ത്രണം ഏർപ്പെടുത്തണം, നിയന്ത്രണം ഇല്ലാതാക്കണം. എന്താണ്? അവോയ്ഡ്, നിയന്ത്രണം ഒഴിവാക്കണം. എന്തിനുള്ളത്? ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്, ട്രേഡിലും വ്യാപാരത്തിലും വ്യവസായത്തിലും നിങ്ങൾ ഏർപ്പാടാക്കിയ നിയന്ത്രണം ഒന്ന് ഒഴിവാക്കി തരണം. അതുപോലെ തന്നെ നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ അനുമതിയില്ലാതെ ദയവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? ടാക്സ് ചുമത്തരുത്, അധിക നികുതി അല്ലെങ്കിൽ നികുതി ചുമത്തരുത് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നിവേദനത്തിലൂടെ പറഞ്ഞത്. ആര് പറഞ്ഞത്? 13 കോളനീസ് പറഞ്ഞത്, അല്ലെങ്കിൽ കോളനീസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ രാജാവിന് നിവേദനം നൽകി എന്ന് പറഞ്ഞു അല്ലെ. നിവേദനം നൽകിയിട്ട് രാജാവ് എന്ത് ചെയ്തു? ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സമ്മതിച്ചു തരാന്നാണ് പറയല്ല. രാജാവ് എന്ത് ചെയ്തു? രാജാവിന് കോളനീസിനോട് ഭയങ്കര ദേഷ്യത്തിട്ട് രാജാവ് എന്ത് ചെയ്തു?
but the king sent military to suppress the people. എന്താണ്? രാജാവ് ജനങ്ങൾക്ക് നേരെ അടിച്ചമർത്താൻ വേണ്ടി സൈന്യത്തെ അയച്ചു. ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി സൈന്യത്തെ അയച്ചു. രാജാവ് എന്ത് ചെയ്തു? നിവേദനം പേടിച്ചപ്പോ തന്നെ എന്ത് ചെയ്തു? But the king sent the military to suppress the people. കൂടുതൽ ഇമ്പോർട്ടന്റ് ഒന്നല്ല, അത്ര നോട്ടായിട്ട് എഴുതിയേക്കേണ്ടതെന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി. രാജാവ് ജനങ്ങളെ അടിച്ചമർത്താൻ സൈന്യത്തെ അയച്ചു. This led the people war between England and colonies. എന്താണ് ഇത് നയിച്ചു? ലെഡ് എങ്ങോട്ട് നയിച്ചു? ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് ഇത് നയിച്ചു. ഏതാ നയിച്ചത്? രാജാവ് ഈ സൈന്യത്തെ നയിച്ചത് യുദ്ധത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണമായി. എന്താണ് എങ്ങനെയാണ് യുദ്ധം ഉണ്ടായ കാരണം? ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചു. ഏതാ നയിച്ചത്? രാജാവ് കോളനിക്കാരെ അടിച്ചമർത്താൻ മിലിറ്ററിയെ അയച്ചത് ഇംഗ്ലണ്ടും കോളനിയും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിച്ചു. ഓക്കെ, ഇവരയച്ചത്, ആർമി അയച്ചത് യുദ്ധത്തിലേക്ക് നയിച്ചു. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? ഇംഗ്ലണ്ടിനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചത്? രാജാവ് സൈന്യത്തെ ഒരു നിവേദനം കൊടുത്തിട്ടുള്ളൂ അല്ലെ? എന്താ ചെയ്തത്? രാജാവേ, ഇതാ ഞങ്ങളുടെ എത്ര ആവശ്യങ്ങളൊന്ന് നിറവേറ്റി തരാനായിട്ട് ഒരു നിവേദനം കൊടുത്തപ്പോഴേക്ക് രാജാവിന് സീരിയസ് ആയി, രാജാവിന് ഇഷ്ടപ്പെടാതെ രാജാവ് എന്ത് ചെയ്തു? പീപ്പിൾസിനെ അറ്റാക്ക് ചെയ്യാൻ, ജനങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സൈന്യത്തെ അയച്ചു. ജനങ്ങൾ വെറുതെ ജനങ്ങൾ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്ത് ചെയ്തു? ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. ഓക്കെ, സിമ്പിൾ അല്ലേ? അത് കൂടുതൽ ഇമ്പോർട്ടന്റ് ഒന്നല്ല. അപ്പൊ എങ്ങനെയാണ് യുദ്ധത്തിലേക്ക് നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, രാജാവിന് ഒരു നിവേദനം അമേരിക്കക്കാർ കൊടുത്തിരുന്നു. ഈ 13 കോളനികൾ കൊടുത്തിരുന്നു, 12 കോളനികൾ കൊടുത്തിരുന്നു. അപ്പോ രാജാവ് അത് സ്വീകരിക്കാൻ തന്നെ അവരെ അടിച്ചമർത്തി. എന്ത് ചെയ്തു? അടിച്ചമർത്തി. എങ്ങനെ അടിച്ചമർത്തിച്ച? സൈന്യത്തെ വിട്ട് അടിച്ചമർത്തി. സപ്രസ്ഡ് ദ പീപ്പിൾ. എന്താണ്? അടിച്ചമർത്തി. കിങ് സെന്റ് ടു മിലിറ്ററിയെ അയച്ചുകൊണ്ട് എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. അതെന്താണ്? ജനങ്ങൾക്ക് പറ്റിയില്ല. ജനങ്ങൾ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടുമായിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചു. ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് ഈ ഒരു സംഭവം നയിച്ചു. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ. അപ്പോ ഇനി അടുത്ത പറയുന്നത്, ഇത് നമ്മൾ കാലഗണനാക്രമല്ല, ഇനി അടുത്ത ടൈം ലൈനാണ് നമ്മൾ എഴുതുന്നത്. 1774 നടന്ന എന്താണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇനി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ട്. അത് നടന്ന വർഷമാണ് 1775. എന്താണ്? 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. സിമ്പിൾ ആണല്ലോ. ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ്. ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് നടന്നത് 1774. രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് 1775. ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാല് 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു. സിമ്പിൾ അല്ലേ? എന്താ പറയുന്നത്? ജോർജ് വാഷിംഗ്ടണിനെ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു. കമാൻഡോ ഓഫീസറായി തെരഞ്ഞെടുത്തു. എന്താ പറയുന്നത്? The Second Continental Congress at Philadelphia in 1775. 1775 സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ത് ചെയ്തു? elected George Washington as the commander of the Continental Army. എന്താണ്? കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡർ ആയിട്ട് ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു. ആരെ തെരഞ്ഞെടുത്തത്? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. നടന്ന വർഷം 1775. സിമ്പിൾ അല്ലേ? 1775 നടന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു. സിമ്പിൾ ആണല്ലോ? സിമ്പിൾ. എന്താണ്? കോണ്ടിനെന്റൽ കമാൻഡർ ആയിട്ട്, അല്ലെങ്കിൽ ദ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അറ്റ് ദ ഫിലാഡൽഫിയ ഇൻ 1775. 1775 എന്ന് എഴുതിയിട്ട് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. അവിടെ നടന്നത് എന്താണ്? ജോർജ് വാഷിംഗ്ടണിനെ ആസ് ദ കമാൻഡർ ഓൺ ദ കോണ്ടിനെന്റൽ ആർമി, കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡർ ആയിട്ട് ആരെ തെരഞ്ഞെടുത്തു? ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു. എന്താണ്? കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ജോർജ് വാഷിംഗ്ടണിനെ 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് തെരഞ്ഞെടുത്തു. എന്നാ തെരഞ്ഞെടുത്തത്? 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775. ഇനി അതിലൊന്നും കൂടി പറയുന്നുണ്ട്. തോമസ് പെയിനെ നമ്മൾ നേരത്തെ പഠിച്ചു. ആരാണ് അദ്ദേഹം? അദ്ദേഹം ഒരു തിങ്കറാണ്, ഒരു ചിന്തകനായിരുന്നു. അദ്ദേഹം ഒരു ലഘുലേഖ, ഒരു പാംപ്ലെറ്റ് എഴുതി തയ്യാറാക്കി. അതിൽ പറയുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഇംഗ്ലണ്ടിൽ നിന്ന് പിന്മാറുകയാണ് അമേരിക്കക്കാരുടെ ഏറ്റവും നല്ലത്. അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് പിന്മാറുകയാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും നല്ലതെന്ന് ആര് പറഞ്ഞു? ഈ അദ്ദേഹത്തിന്റെ തോമസ്
പെയിനിന്റെ അല്ലെങ്കിൽ തോമസ് പെയിനിന്റെ അദ്ദേഹത്തിന്റെ ലഘുലേഖയിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇംഗ്ലണ്ട് അമേരിക്കയിൽ നിന്ന് പിന്മാറുകയായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോമസ് പെയിൻ തന്റെ ലഘുലേഖയായ ഏതിലെ പറ കോമൺ സെൻസ്. എന്താണ് കോമൺ സെൻസ് എന്ന ലഘുലേഖയിൽ അദ്ദേഹം പറഞ്ഞു. ഏറ്റവും സിമ്പിൾ ആണ്. അപ്പോ 1775 വേറെ സംഭവം കൂടി ഉണ്ട്. തോമസ് പെയിൻ 1775 ലഘുലേഖ എഴുതി തയ്യാറാക്കി. എന്താ ലഘുലേഖയിൽ പറഞ്ഞത്? ഇംഗ്ലണ്ടിൽ നിന്ന് വിട്ടുപോകണം. സിമ്പിൾ ആണ്, അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇംഗ്ലണ്ടുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തുകയായിരിക്കും അമേരിക്കയുടെ ഏറ്റവും നല്ലത് എന്നാണ് പറഞ്ഞത്. കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോ 1775 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് എന്താണ്? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. എന്താണ്? രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് ആദ്യം ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത്. അന്ന് പറയുന്നത് എന്താണ്? ആ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ എന്ത് സംഭവിച്ചു? ജോർജ് വാഷിംഗ്ടണിനെ കമാൻഡർ ഓഫീസറായി തെരഞ്ഞെടുത്തു. കമാൻഡർ കോണ്ടിനെന്റൽ ആർമിയായിട്ട് തെരഞ്ഞെടുത്തു. കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡറായിട്ട് തെരഞ്ഞെടുത്തു. കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ജോർജ് വാഷിംഗ്ടണിനെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് തെരഞ്ഞെടുത്തു. സിമ്പിൾ ആണല്ലോ. 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താ നടന്നത്? ജോർജ് വാഷിംഗ്ടണിനെ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു. കമാൻഡർ കോണ്ടിനെന്റൽ ആർമിയുടെ കമാൻഡറായി തെരഞ്ഞെടുത്തു. ഓക്കെ, സിമ്പിൾ അല്ലേ? 1775. വേറെ സംഭവം എന്താണ്? തോമസ് പെയിൻ ഒരു ലഘുലേഖ എഴുതി തയ്യാറാക്കി. എന്തായിരുന്നു ലഘുലേഖ? സിമ്പിൾ അല്ലേ? എന്താ ലഘുലേഖ? കോമൺ സെൻസ് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കി. അതിൽ പറയുന്നത് എന്താണ്? ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇംഗ്ലണ്ടുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുകയായിരിക്കും നല്ലതെന്നുള്ള ചെറിയൊരു സൂചന അദ്ദേഹം അതിലൂടെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ 1775 ജോർജ് വാഷിംഗ്ടണിനെ തലവനായിട്ട് തെരഞ്ഞെടുത്തു. കോണ്ടിനെന്റൽ ആർമിയുടെ തലവനായിട്ട്, കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് ആരെ തെരഞ്ഞെടുത്തു? 1775 ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുത്തു. ഇനി അടുത്ത ഡേറ്റ് നമ്മൾ നോട്ട് ബുക്കിൽ എഴുതേണ്ട ഡേറ്റ് ആണ് 1776. ഡേറ്റ് എഴുതില്ലേ? 1776. അന്ന് സംഭവിച്ചാണ് അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്താണ്? 1776 ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ആരാ നടത്തിയത്? അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പോ ശ്രദ്ധിക്കണം, 1776 നടന്നത്. എന്താ നടന്നത്? ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ആരാ നടത്തിയത്? അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. എന്നാ നടത്തിയത്? ജൂലൈ 4, 1776. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ലോക പ്രശസ്തമായ എന്താണ്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടത്തി. എന്നാ നടത്തിയത്? 1776. സിമ്പിൾ അല്ലേ? അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. സിമ്പിൾ അല്ലേ? 1776 ജൂലൈ 4. ജൂലൈ 4 എന്താ സംഭവിച്ചത്? ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. അപ്പോ ഒറ്റ പോയിന്റ്, ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ 1776 ജൂലൈ 4 ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, വേൾഡ് ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്താണ്? ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞു കഴിഞ്ഞാൽ 1776 ജൂലൈ 4 വേൾഡ് ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ആരാ നടത്തിയത്? കോണ്ടിനെന്റൽ കോൺഗ്രസ്, അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ്. അതിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ ആ ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്തത് തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരൊക്കെയാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ് ആ പ്രിപ്പറേഷൻ നടത്തിയത്. ഏത് പ്രിപ്പറേഷൻ? ഈ ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്തത് ആരൊക്കെയായിരുന്നു? തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണുമാണ് അത് പ്രിപ്പയർ ചെയ്തത്. പ്രിപ്പയർ ചെയ്തത്? ഈ ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്തത് രണ്ടു പേരാണ്. ആരൊക്കെയായിരുന്നു? തോമസ് ജെഫേഴ്സണും ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമായിരുന്നു ഈ പ്രിപ്പറേഷൻ ചെയ്തത്, ഈ ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് 1776 നടന്നത്. ഒന്ന്, കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. എന്താ നടത്തിയത്? വേൾഡ് ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടത്തി. വേൾഡ് ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാ നടത്തിയത്? ജൂലൈ 4. ഇതിന് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കിയത്, തയ്യാറാക്കിയത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫേഴ്സൺ. അപ്പൊ ഈ യുദ്ധത്തിൽ നമ്മൾ 4 പേരുകളെ പഠിച്ചത്. ഏതൊക്കെയാണ്? തോമസ് പെയിൻ, പിന്നെന്താണ്? പിന്നെ 4 പേരും കൂടി പഠിച്ചു. തോമസ് പെയിന് ഏതൊക്കെയാണ്? തോമസ് പെയിൻ, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ജോർജ് വാഷിംഗ്ടൺ. പിന്നെ ഒരു പേര് കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ജോൺ ലോക്ക്. ഒരു തിങ്കിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, തിങ്കേഴ്സിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 5 പേര്: ജോർജ് വാഷിംഗ്ടൺ, തോമസ് പെയിൻ, ജോൺ ലോക്ക്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജോസഫ്. അങ്ങനെ ജോസഫ് അല്ല,
ജെഫേഴ്സൺ. അപ്പോ 5 പേരുകൾ നമ്മൾ പഠിക്കാം. പക്ഷെ ഇതിൽ പറയുന്നത് 1776 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. 1776 നടന്ന എന്താണ്? ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇത് തയ്യാറാക്കിയത് ആരാണ്? ഇത് പ്രിപ്പയർ ചെയ്തത് ആരാണ്? തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇനി അടുത്ത ഡേറ്റ് പഠിക്കാം. ഇപ്പൊ 1776 കഴിഞ്ഞു. ഇനി അടുത്ത ഡേറ്റ് ആണ് 1781. ഓക്കെ, അടുത്ത ഡേറ്റ് എന്താണ്? 1781. ഇപ്പൊ 1774 കഴിഞ്ഞു, 1775 കഴിഞ്ഞു, 1776 കഴിഞ്ഞു. അത് കഴിഞ്ഞാലുള്ള ഡേറ്റ് ആണ് 1781. അത് കഴിഞ്ഞാലുള്ള ഡേറ്റ് ഏതാ? 1781. കോളനികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. എന്താണ്? സമാധാനായി. എന്താ അവസാനിച്ചത്? കോളനികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള, അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം 1781 അവസാനിച്ചു. ഇതിനു ശേഷം ലോക പ്രശസ്തമായ ആഫ്റ്റർ ദ വേൾഡ് ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് ശേഷം കോളനികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് അമേരിക്ക ഈസ് എൻഡഡ്, അല്ലെങ്കിൽ ഓവർ. അല്ലെ, ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. എന്നാ അവസാനിച്ചത്? 1781. അപ്പൊ എന്നാണ് യുദ്ധം അവസാനിച്ചത്? 1781. കോളനികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് അമേരിക്ക ഈസ് ഓവർ. ഇംഗ്ലണ്ടും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം 1781 അവസാനിച്ചു. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? സിമ്പിൾ ആണോ? അപ്പൊ നമ്മൾ ഡേറ്റ് ഒക്കെ ഏതൊക്കെ പഠിച്ചത്? 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. രണ്ടാമത്തെ ഡേറ്റ് 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ജോർജ് വാഷിംഗ്ടണിനെ തലവനായി തെരഞ്ഞെടുത്തു. തോമസ് പെയിന്റെ ഒരു ലഘുലേഖ, എന്താണ്? കോമൺ സെൻസ് എന്നുള്ള ഒരു ലഘുലേഖ. മൂന്നാമത്തെ ഡേറ്റ് 1776 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ത് രൂപീകരിച്ചു? ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. വേൾഡ് ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടത്തി. അത് നേതൃത്വം കൊടുത്തത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. അടുത്തത് 1781 കോളനികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു. ഓക്കെ, അപ്പൊ നമ്മള് 1781 വരെ പഠിച്ചു. 1781 പഠിച്ചു. ഇനി നമ്മൾ അടുത്ത ഡേറ്റ് ആണ് 1783. ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്ന വർഷം 1781 എന്നാണ്. 1700 വേൾഡ് ഫേമസ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് 1781. ഇനി അടുത്ത വർഷമാണ് 1783. 1783 പറയുന്നതാണ് പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അക്കോർഡിംഗ് ടു ദ പാരീസ് ട്രീറ്റി, ഇംഗ്ലണ്ട് റെക്ടിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. 13 കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചു. ഏത് പ്രകാരം? പാരീസ് ട്രീറ്റി പ്രകാരം, പാരീസ് ഉടമ്പടി പ്രകാരം റെക്ടിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. 13 കോളനികളുടെ സ്വാതന്ത്ര്യം ആര് അംഗീകരിച്ചു? ഇംഗ്ലണ്ട് അംഗീകരിച്ചു. ഡേറ്റ് 1783. എന്ത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് 13 കോളനികൾക്ക് ഫ്രീഡം കൊടുത്തത്? പാരീസ് ട്രീറ്റി പ്രകാരം, പാരീസ് ഉടമ്പടി പ്രകാരം 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ഇംഗ്ലണ്ട് അംഗീകരിച്ചു. അപ്പോ 1783 എന്താ സംഭവിച്ചത്? അക്കോർഡിംഗ് ടു ദ പാരീസ് ട്രീറ്റി ഓഫ് പാരീസ്, ഇംഗ്ലണ്ട് റെക്ടിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്. 13 കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചു. ഏതിന്റെ അടിസ്ഥാനത്തിൽ? പാരീസ് ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ, പാരീസ് ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ 13 കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചു. പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പൊ 13 കോളനികൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1783. അടുത്തത് പറയുന്നത് എന്താണ്? അതിൽ തന്നെ പറയുന്നതാണ് 1783 തന്നെ പറയുന്നതാണ് എന്താണ്? ജെയിംസ് മാഡിസൺ എന്ത് ചെയ്തു? ഫോംഡ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? അമേരിക്കയുടെ കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അമേരിക്കയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കി. ആരാ തയ്യാറാക്കിയത്? ജെയിംസ് മാഡിസൺ. ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചുകൊണ്ട് ജെയിംസ് മാഡിസൺ ഫോംഡ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒറ്റ പോയിന്റ് ഉള്ളൂ. ജെയിംസ് മാഡിസൺ അമേരിക്കയുടെ 13 കോളനികൾക്ക് സ്വാതന്ത്ര്യം നൽകി. ആരാ സ്വാതന്ത്ര്യം നൽകിയത്? ഇംഗ്ലണ്ട് സ്വാതന്ത്ര്യം നൽകി. എന്ന് 1783. അന്ന് തന്നെ എന്ത് ചെയ്തു? ജെയിംസ് മാഡിസനെ എന്താണ്? ഭരണഘടന എഴുതി തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു. അങ്ങനെ ജെയിംസ് മാഡിസൺ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി. എന്താ എഴുതി തയ്യാറാക്കിയത്? ഫിലാഡൽഫിയയിൽ വെച്ച് ജെയിംസ് മാഡിസൺ
അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കി. ജെയിംസ് മാഡിസൺ ഫോംഡ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ജെയിംസ് മാഡിസൺ അമേരിക്കയ്ക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന നിലവിൽ വന്നു. അമേരിക്കയ്ക്കായി ഒരു ഭരണഘടന 1783 നിലവിൽ വന്നു. അപ്പൊ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ. എന്നാണ് നിലവിൽ വന്നത്? 1783. ജെയിംസ് മാഡിസൺ ഫോംഡ് ബൈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ജെയിംസ് മാഡിസൺ അമേരിക്കയ്ക്കായി ഒരു ഭരണഘടന തയ്യാറാക്കി. അങ്ങനെ അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന വന്നു. അതിനുശേഷം ജോർജ് വാഷിംഗ്ടണിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അപ്പോ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ആരെ തെരഞ്ഞെടുത്തു? അമേരിക്കൻ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് അമേരിക്ക. ജോർജ് വാഷിംഗ്ടൺ became the first president of അമേരിക്ക. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ആരെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത്? ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു. അപ്പൊ അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. അമേരിക്കയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ജെയിംസ് മാഡിസൺ. ഓക്കെ, ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി ആരാണ്? അറിയില്ലേ? ഡോക്ടർ BR അംബേദ്കർ. അപ്പൊ അതുപോലെ ജെയിംസ് മാഡിസൺ ആണ് എഴുതി തയ്യാറാക്കിയത്. അപ്പോ ഫോംഡ് ബൈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജെയിംസ് മാഡിസൺ. ജോർജ് വാഷിംഗ്ടൺ became the first president of അമേരിക്ക. അമേരിക്കയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജെയിംസ് മാഡിസൺ. എന്നാണ് അമേരിക്കൻ കോളനികളെ സ്വാതന്ത്രീകരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്വാതന്ത്ര്യം കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരീസ് ഉടമ്പടി പ്രകാരം 1783 13 കോളനികളെ ഇംഗ്ലണ്ട് സ്വതന്ത്രമാക്കിയത്. 13 കോളനികളെ സ്വതന്ത്രമാക്കിയത് 1783. ഭരണഘടന നിലവിൽ വന്നത് 1783. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തതും 1783. ജോർജ് വാഷിംഗ്ടൺ ഫസ്റ്റ് പ്രസിഡന്റ് ആയതും 1783. ഇതാണ് നമ്മുടെ അമേരിക്കൻ റവല്യൂഷൻ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. മനസ്സിലായില്ലേ? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് മനസ്സിലായില്ലേ? ഫസ്റ്റ് 1 തുടങ്ങിയിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് ഡേറ്റ് ഓർമ്മ ഉണ്ടോ? 1774 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1775 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1776 1781 1783. അങ്ങനെയാണ് നമ്മുടെ ടൈം ലൈൻ. ഇതേപോലെ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നെ നിങ്ങൾ എഴുതുക, ഫുൾ മാർക്ക് കിട്ടും. ഇനി പറയുന്നത് അമേരിക്കൻ വിപ്ലവം മറ്റുള്ള വിപ്ലവങ്ങൾക്ക് പ്രചോദനമായത് എങ്ങനെയെന്നും കൂടിയാണ്. ആ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ, അമേരിക്കൻ റവല്യൂഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് അമേരിക്കൻ റവല്യൂഷൻ പിൻകാല വിപ്ലവങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾക്ക്, പിന്നീടുള്ള ചരിത്രത്തിൽ എങ്ങനെയൊക്കെയാണ് ജനങ്ങളെ അല്ലെങ്കിൽ ലോകത്തെ സ്വാധീനിച്ചത് എന്ന് പറയും, ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ്. ഏറ്റവും ടിപ്പായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, ടിപ്പിലാണ് പഠിക്കുന്നത്. പിൻകാല വിപ്ലവങ്ങൾക്ക് പ്രചോദനം നൽകി. എങ്ങനെ പറഞ്ഞത്? പിൻകാല വിപ്ലവങ്ങൾക്ക് മോട്ടിവേഷൻ ടു ദ ലേറ്റർ റവല്യൂഷൻ ആൾ ഓവർ ദ വേൾഡ്. ലോകത്തുള്ള മറ്റുള്ള വിപ്ലവങ്ങൾക്ക് എന്ത് ചെയ്തു? ഇത് പ്രചോദനമായി. അപ്പൊ ഫസ്റ്റ് പോയിന്റ് മോട്ടിവേഷൻ. എന്താണ്? പ്രചോദനമായി, മോട്ടിവേഷനായി. ഏത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പിൻകാല വിപ്ലവങ്ങൾക്ക് മോട്ടിവേഷനായി അല്ലെങ്കിൽ പ്രചോദനമായി. ഫസ്റ്റ് വൺ ഇംഗ്ലീഷ് മീഡിയം മോട്ടിവേഷൻ, മലയാളം മീഡിയം പ്രചോദനം. രണ്ടാമത്തത് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. എന്താണ് റിപ്പബ്ലിക്കൻ കൺസെപ്റ്റ്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. പുട്ട് ദ ഫോർവേഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. എന്താണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. അപ്പൊ രണ്ടാമത്തെ റിപ്പബ്ലിക്കൻ, ഇംഗ്ലീഷ് മീഡിയം റിപ്പബ്ലിക്കൻ, മലയാളം മീഡിയം റിപ്പബ്ലിക്കൻ. ഫസ്റ്റ് വൺ മോട്ടിവേഷൻ, സെക്കൻഡ് വൺ റിപ്പബ്ലിക്കൻ. ഫസ്റ്റ് വൺ പ്രചോദനം, രണ്ടാമത്തത് റിപ്പബ്ലിക്കൻ. മൂന്നാമത്തത് പറയുന്നത് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന. എന്താണ്? അമേരിക്കയുടെ. അപ്പൊ എവിടെ ചോദിച്ചാലും അറിയണം, അമേരിക്കയുടെ ഭരണഘടനയാണ് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന. ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെട്ട ആദ്യത്തെ ഭരണഘടനയാണ് അമേരിക്കയുടെ ഭരണഘടന. അപ്പൊ എന്താണ്? ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. പ്രിപ്പയർ ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് വൺ മോട്ടിവേഷൻ, സെക്കൻഡ് വൺ റിപ്പബ്ലിക്കൻ, തേർഡ് വൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് വൺ പ്രചോദനം, സെക്കൻഡ് വൺ റിപ്പബ്ലിക്കൻ, തേർഡ് വൺ ഭരണഘടന. ഓക്കെ, മലയാളം മീഡിയം ഭരണഘടന, റിപ്പബ്ലിക്കൻ, പിന്നെ പ്രചോദനം. ഇംഗ്ലീഷ് മീഡിയം മോട്ടിവേഷൻ, റിപ്പബ്ലിക്കൻ, കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ,
ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. എന്താണ് നാലാമത്തെ പോയിന്റ്? എന്താണ്? ഫെഡറൽ സ്റ്റേറ്റ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫെഡറൽ സ്റ്റേറ്റ് എന്ന ആശയം ലോകത്തിന് നൽകി. എന്താ നൽകിയത്? ഫെഡറൽ സ്റ്റേറ്റ് എന്ന ആശയം ലോകത്തിന് നൽകി. ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. It gave the world the concept of federal state. It gave the world the concept of federal state. രാഷ്ട്രത്തിന് എന്ത് നൽകി? രാഷ്ട്രത്തിന് എന്ത് നൽകി? ഫെഡറൽ രാഷ്ട്രം എന്നുള്ള ആശയം ലോകത്തിന് നൽകി. എവിടേക്കാ നൽകിയത്? ലോകത്തിന് എന്ത് നൽകി? ഫെഡറൽ രാഷ്ട്രം, ഫെഡറൽ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് ലോകത്തിന് നൽകി. ആരാ നൽകിയത്? അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. എന്താ നൽകിയത്? ഇറ്റ് ഗേവ് ദ വേൾഡ് ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സ്റ്റേറ്റ്. അപ്പം നാലാമത്തെ പോയിന്റ് എന്താണ്? ഫെഡറൽ സ്റ്റേറ്റ്. നാലാമത്തത് ഫെഡറൽ രാഷ്ട്രം. എന്താണ് നാലാമത്തത്? ഫെഡറൽ സ്റ്റേറ്റ്. മൂന്നാമത്തത് ഏതാണ്? ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. നാലാമത്തത് റിപ്പബ്ലിക്കൻ. മലയാളം മീഡിയം റിപ്പബ്ലിക്കൻ, ഇംഗ്ലീഷ് മീഡിയം റിപ്പബ്ലിക്കൻ. ഫസ്റ്റ് വൺ എന്താണ്? പ്രചോദനം, മോട്ടിവേഷൻ. 4 പോയിന്റ് ആണ്. മോട്ടിവേഷൻ. ഓക്കെ, പ്രചോദനം മനസ്സിൽ കയറ്റിക്കൊള്ളി. പ്രചോദനം, മോട്ടിവേഷൻ. രണ്ടാമത്തത് റിപ്പബ്ലിക്കൻ, മലയാളം മീഡിയം റിപ്പബ്ലിക്കൻ. മൂന്നാമത്തത് ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന. നാലാമത്തത് എന്താണ്? ഫെഡറൽ സ്റ്റേറ്റ്, ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. 4 പോയിന്റ് ഇട്ടല്ലോ. ഫെഡറൽ രാഷ്ട്രം, ഫെഡറൽ സ്റ്റേറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, റിപ്പബ്ലിക്കൻ. പിന്നെ ലാസ്റ്റ് വൺ, ഫസ്റ്റ് വൺ ഏതാണ്? പ്രചോദനം, മോട്ടിവേഷൻ. അപ്പോ നമ്മുടെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞു. ഈ ചാപ്റ്റർ ഇന്ന് ക്ലോസ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും പഠിച്ചു എന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിലാണ്, ഇനി നമ്മുടെ കാര്യങ്ങൾ ക്ലാസ്സിലാണ് നടക്കുന്നത്, ഓൺലൈൻ ക്ലാസ്സിലൂടെ നടക്കുന്നത്. ഇതൊരു വീഡിയോ മാത്രമാണ്. സംശയങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ചർച്ച ചെയ്യാം. അപ്പൊ എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.